രതീഷ് ചക്രപാണിയിലേക്ക് രതീഷ് ചക്രപാണി, അതായത് ഉമ്മൻചാണ്ടിയുടെ കാലത്തെ പല അപക്വതകളും ഈ കരാർ ഒപ്പിട്ടതിലുണ്ട്. പക്ഷേ അതിൽ നിന്ന് പിന്മാറാനാകാത്തൊരു കുടുക്കുമുണ്ട്. എന്നാൽ സംസ്ഥാനത്തിന് പൊതുവിൽ ഗുണമുള്ള ഒരു വശവുമുണ്ട്. ഇതെല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഇത്തരത്തിൽ ഈ കരാറുമായി മുമ്പോട്ട് പോകേണ്ടി വന്നത്. പക്ഷേ ഇപ്പോൾ 5.3 ക്ലോസ് ഈ കരാറിൽ ഇത് ലംഘിക്കപ്പെട്ടിരിക്കുന്നു. ഇത് അതൃപ്തിയിൽ മാത്രം ഒതുങ്ങാമോ, അതോ ഇത് ഉപയോഗിച്ച് സംസ്ഥാനത്തിൻ്റെ കൂടുതൽ താല്പര്യം സംരക്ഷിക്കാനുള്ള ഇടപെടൽ നടത്താമോ? അതിലേക്ക് സതീശന് പോകാനാകുമോ? ഇതാണ് എൻ്റെ അവസാനത്തെ ചോദ്യം. തീർച്ചയായിട്ടും അജിംഷാദ് ചോദിച്ചതുപോലെ തന്നെ ഇത്തരത്തിലുള്ളൊരു അവസരം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് വേണമെങ്കിൽ നമുക്ക് ഫേവറബിൾ ആകുന്ന നിരവധി കാര്യങ്ങൾ ചെയ്തെടുക്കാനുള്ള ഒരു സാധ്യത അതിനകത്തുണ്ട്, അതിലൊരു സംശയമില്ല. പക്ഷേ അജിംഷാദ് അതൊക്കെ ഇവിടെ പറഞ്ഞ് നമ്മുടെ സമയം കളയണമെന്ന് എനിക്കറിയില്ല. കാരണം അതൊന്നും പോകാൻ ഒരു സാധ്യതകളുമില്ല. വളരെ ക്ലീനായി ഞാനിപ്പോൾ ഇവിടെ തന്നെ പറയുന്നു. കഴിഞ്ഞ ചർച്ചയിൽ ഞാൻ ഇതുപോലെ കൈരളിയിലിരുന്ന് പറഞ്ഞിരുന്നു, ഈ നമ്മുടെ ശേഷാദ്രിനാഥനെ അപ്പോയിൻറ്റ് ചെയ്യും, അല്ലാതെ അതിൽ നിന്ന് പിന്നോട്ട് പോകാനാവില്ല. അതേപോലെ തന്നെ ഈ വി ഡി സതീശൻ സർക്കാരിന് പിന്നോട്ട് പോകാൻ കഴിയാത്ത നേരത്തെ തന്നെ കമ്മിറ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങളിൽ ഒന്നുകൂടിയാണിത്. ഇനി ഇത് ശരിക്കും പറഞ്ഞൊരു ടിപ്പ് ഓഫ് ആൻ ഐസ്ബർഗ് ആണ്. ഇനി മിഷൻ സമുദ്ര വരുന്നു, കേരളത്തെ പോർട്ട് സിറ്റി ആക്കുന്നു, അതുപോലെ തന്നെ 30,000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ബ്ലൂ ഇക്കോണമിയിലേക്ക് അദാനി ഇവിടെ നടത്താൻ പോകുന്നു. ഇങ്ങനെ നിരവധി കാര്യങ്ങൾ വരാൻ പോകുന്നു എന്ന് പറയുന്ന അപകടകരമായിട്ടുള്ള ഒരു സ്റ്റേജിലാണ് കേരളം ഉള്ളത്. 10 കൊല്ലം നമ്മൾ ഇതിലേക്ക് തടഞ്ഞു നിർത്തിയിരുന്നു. ആ തടഞ്ഞു നിർത്തിയതിനെല്ലാം തന്നെ ഞാൻ പറയാം, ഇത് യഥാർത്ഥത്തിൽ ലോകത്ത് തന്നെയുള്ളൊരു മോഡലാണ്. ഇപ്പം നമ്മൾ വളരെ ഒരു മിനിറ്റ് കൊണ്ട് ഞാനൊരു കാര്യം പറയും. ഇപ്പോൾ അമേരിക്കയിൽ $400 ബില്യൺ ആയിരുന്നു യഥാർത്ഥത്തിൽ ഈ പറയുന്ന നമ്മുടെ എലോൺ മസ്കിൻ്റെ അസറ്റ് എന്ന് പറയുന്നത്, വാല്യുവേഷൻ എന്ന് പറയുന്നത്. പക്ഷെ ഒറ്റടിക്ക് ഈ പറയുന്ന ട്രംപ് അധികാരത്തിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റേത് ലോകത്തിൽ തന്നെ അത്ഭുതമാണ്, 1 ട്രില്യനായി മാറിയിരുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ 2 കമ്പനികൾ നഷ്ടത്തിലാണെന്ന് ആലോചിക്കണം. പക്ഷെ അത്തരത്തിൽ വലിയ അത്ഭുതങ്ങൾ കാണിക്കുന്ന ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് പൊളിറ്റിക്സും ഈ പറയുന്ന പോലെ ബിസിനസ്സും തമ്മിലുള്ള ഒരു നെക്സസ്. ആ നെക്സസ് ഇന്ത്യയിൽ പലയിടത്തും ഉണ്ടായിരുന്നു. പക്ഷെ അത് യഥാർത്ഥത്തിൽ ഇടിച്ച് തകർത്തുകൊണ്ട് കേരളത്തിലേക്ക് കൂടി വരുന്നു. അതിന് പറ്റിയിട്ടുള്ള ആളുകളെ അവർ യഥാർത്ഥത്തിൽ പൊളിറ്റിക്കൽ ബോസുകളായിട്ട് അപ്പോയിന്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അപ്പോൾ ഈ പറയുന്ന പോലെ ഒറ്റടിക്ക് രാവിലെ എഴുന്നേറ്റ് എന്ത് ചെയ്യുന്നത്, യാത്ര ചെയ്തിട്ട് തിരിച്ചു വരേണ്ടതിൻ്റെ കാര്യം. അതുപോലെയുള്ള നിരവധി കാര്യങ്ങൾ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. യഥാർത്ഥത്തിൽ നമ്മളൊരു പരിധി വരെ കേരളം അതിൽ നിന്ന് വിടുതൽ നേടിയിരുന്ന ഒരു സംസ്ഥാനമായിരുന്നു. അവിടേക്ക് കൂടി ഇത് ഇടിച്ചു കയറി വരുന്നു. ഇനി നമുക്ക് ഇത് കണ്ടു നിൽക്കാം എന്നുള്ളതല്ലാതെ അടുത്ത 5 കൊല്ലത്തേക്ക് വരാനിരിക്കുന്ന നിരവധി പദ്ധതികളിൽ ഇപ്പം ബെക്കാഡിക്കും അതുപോലെ തന്നെ റിലയൻസിനും വലിയ ലാഭം ഉണ്ടാക്കുന്നതാണ്. നമുക്കറിയാം ടാക്സ് കുറച്ചു കൊടുത്തത്. ആ ടാക്സ് കുറച്ചു കൊടുക്കുന്ന പരിപാടിയിൽ നിന്ന് അവർ പിൻവാങ്ങിയില്ല. ഇതുപോലെ അദാനിയുടെ കേസിൽ ഇതുപോലെയുള്ള നിരവധി കാര്യങ്ങൾ ഇനിയിപ്പോൾ ഉണ്ടാകാൻ പോകുന്നു. കൂടാതെ ഞാൻ പറയുന്നത് കേരളത്തിൽ വരാനിരിക്കുന്ന പോർട്ട് സിറ്റി, ഇത് ആർക്ക് ഗുണം ചെയ്യുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അതുപോലെ ബ്ലൂ ഇക്കോണമിയിലേക്ക് വരാനിരിക്കുന്ന 30,000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ്, ധാതുമണൽ ഖനനം ചെയ്യുന്നത് ആരെ സഹായിക്കും, അതിനെല്ലാം തന്നെ പ്രൈവറ്റ് മേഖലയിലേക്ക് ആക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു. ഇപ്പം ഇന്ന് കൂടാതെ കെ മുരളീധരൻ പറഞ്ഞിരിക്കുന്ന വാചകം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റൽ രംഗത്തേക്ക് പ്രൈവറ്റൈസേഷൻ വരുന്നു എന്നാണ്. യഥാർത്ഥത്തിൽ ഈ ബി ഡി സതീശൻ അവതരിപ്പിച്ച ബഡ്ജറ്റ് വളരെ സൂക്ഷ്മമായി പരിശോധിച്ചാൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാവും. ഈ കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും തന്നെ ഇതുപോലെ കുത്തകകൾക്ക് തീരെഴുതി കൊടുക്കാനുള്ള ഒരു പദ്ധതിയാണ്. ഒരു കാര്യം കൂടി ഞാൻ പറയാം, വളരെ ലളിതമായിട്ടാണ് ഇവർ അവതരിപ്പിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഒരുപാട് സ്ഥലങ്ങൾ വെറുതെ കാട് പിടിച്ച് കിടക്കുന്നുണ്ട്, അത് ആർക്കെങ്കിലും കൊടുത്ത് ഡെവലപ്പ് ചെയ്യാതെ പറയണം എന്ന് പറഞ്ഞാൽ കണ്ണായ നമ്മുടെ ഈ പറഞ്ഞ KSRTC അടക്കം അല്ലെങ്കിൽ മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങളിലടക്കം സ്ഥലങ്ങൾ അത് ആർക്കെങ്കിലും കൊടുത്തേക്കാമെന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? ഇത് യഥാർത്ഥത്തിൽ വരാനിരിക്കുന്ന വലിയ പദ്ധതികളുടെ ഒരു ചെറിയ ഭാഗം മാത്രമാണിത്. ഇതിലൊന്നും സംഭവിക്കാനില്ല. ഇത് കൂളായിട്ട് പെർമിറ്റ് ചെയ്യും. സത്യത്തിൽ അത് ഇപ്പം തന്നെ പറഞ്ഞിട്ടുണ്ടാവും, ഞാനിതൊക്കെ വെറുതെ ഒരു അസംതൃപ്തി അറിയിച്ചെന്നേ ഉള്ളൂ. യഥാർത്ഥത്തിൽ മാറ്റിയിട്ട് ബാക്കി തൃപ്തി എന്നുള്ളത് വായിച്ചാൽ മതിയിട്ട് എന്നുള്ളത് പറഞ്ഞിട്ടാണ് ഈ കത്തയച്ചേക്കുന്നത്. അല്ലാതെ അതിനപ്പുറത്തേക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇത് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ്. ലോകം മുഴുവനുള്ളൊരു മോഡൽ. ഇന്ത്യയിൽ വളരെ കൃത്യമായി അദാനി നരേന്ദ്രമോദി അധികാരത്തിലെത്തുന്നതിന് മുമ്പ് വളരെ ചെറിയ എമൗണ്ട് അസറ്റ് ഉണ്ടായിരുന്ന ഒരാളാണ്. അദ്ദേഹം എങ്ങനെ ഡെവലപ്പായി നമുക്കറിയാം. ആ മോഡൽ കേരളത്തിലേക്ക് കൂടി വന്നിരിക്കുന്നു. അതിൻ്റെ ഈ പറയുന്ന പോലെ നടത്തിപ്പുകാർ മാത്രമായി നമ്മുടെ രാഷ്ട്രീയ നേതൃത്വമൊക്കെ അധപ്പതിച്ചിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ റജിനെ, വരാൻ പോകുന്നത് വിസ്മയമല്ല, ഒരു 1.5 വിസ്മയമാണ് അല്ലേ?